ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ തറവാട്ടമ്പലത്തിലെ സർപ്പബലിയാണ്. രാവിലെ ഞാനും തുമ്പമ്മയും കൂടെ പോകാം. അല്ലൂട്ടെ സ്കൂളിൽ തന്നിട്ട് ഏട്ടൻ കൂട്ടിയിട്ട് വരുന്നൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷേ എൻ്റെ മടി കാരണം എല്ലാവരും കൂടെ ഒരുമിച്ചായിട്ടോ പോക്ക്. അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് ഇത് അപ്പു ആരി എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് ലീവ് കിട്ടിയില്ല, അമ്മ പോയി. തുമ്പമ്മയുടെ ഈ ഡ്രസ്സ് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കല്യാണിയും കട്ടയും കൂടെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അമ്മ അല്ലാതെ അവിടേക്ക് പോകുമ്പോൾ എന്തോ ഒരു ഷോക്കാണ്, എവിടെയോ എന്തോ ഒരു മിസ്സിങ് ആണ്. അമ്മ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തും. വൈകുന്നേരമാണ് സർപ്പബലിയൊക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ പൊങ്കാലയും കാര്യങ്ങളൊക്കെ നടന്ന് കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് സദ്യയാണ് കേട്ടോ. അടിപൊളി സദ്യയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. തുമ്പമ്മ എന്തോ ആലോചനയിലാണ് കേട്ടോ. എൻ്റെ ആര്യൻ്റെ ഇടയിൽ കൂടി ഇടുക്കി ഇരുത്തിയതാണ് അവളെ. അവൾക്ക് പ്രത്യേകം സീറ്റും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അത് മസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുമ്പി കുറച്ച് കഴിഞ്ഞാൽ പലമ്പാക്കിയപ്പം ചക്കര വന്നു. ചക്കരേൻ്റെ കയ്യിൽ നേരെ തുമ്പീനെ കൊടുത്ത് ചക്കര തുമ്പീനെയും കൊണ്ട് പോയിട്ടാണ്. ഫുഡടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് അച്ചച്ചനെയും കൊണ്ട് വൈശാട്ടനും അപ്പവും കൂടെ വീട്ടിലേക്ക് പോവാണേ. അച്ചച്ചൻ ഓക്കെ ആണ്. ഇപ്പം യൂറിന് ട്യൂബ് ഇട്ടതുകൊണ്ട് കുറച്ച് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നീട് ഞങ്ങളുടെ കുറച്ച് പ്രഹസനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയതാണ് ഗൈസ്. ആരി അഴിച്ചു വെച്ച മുല്ലപ്പൂല് എന്തോ പണിതുകൊണ്ടിരിക്കുക കേട്ടോ തുമ്പി. ഇവരിങ്ങനെ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സഹിച്ചില്ല. അങ്ങനെ ഞാനും ആര്യയും കൂടെ ഒരു പ്ലാൻ ഇട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാൻ പുറത്ത് പോകാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. ഈ കട നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന കടയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് ഇന്നെ കൊണ്ടുവന്നതാണ്. പക്ഷേ അതിൻ്റെ മുമ്പ് ഇവിടെ പോയിട്ട് കേട്ടോ. അടിപൊളി ജ്യൂസാണേ. തുമ്പമ്മ നല്ല ഉറക്കാണ് കേട്ടോ. വിളിച്ചെണീപ്പിക്കാൻ നോക്കിയിട്ടൊന്നും നടക്കണില്ല ഗൈസ്. പലരും പല വക ജ്യൂസാണ് കേട്ടോ. അതെപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്. എന്നാലല്ലേ ഒന്ന് ടേസ്റ്റ് ഇല്ലെങ്കിൽ മറ്റേതെടുത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. കുട്ടി ഇതാ ഇരിക്കുന്നോടത്തുനിന്നൊക്കെ ഉറങ്ങി വീഴാണ് കേട്ടോ. അവസാനം ഇതാ വൈശാഖിനടുത്ത് തോളിലിട്ടു. നമ്മുടെ അല്ലൂട്ടന് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണമെന്നില്ല കേട്ടോ. എന്തൊക്കെ കഴിക്കാൻ പാടില്ലാത്തതുണ്ടോ അതൊക്കെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തരം നല്ല സാധനങ്ങളൊന്നും വേണ്ട. ഞാനൊരു പപ്പായ ജ്യൂസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേ സാധനം തന്നെ അപ്പു ഓർഡർ ചെയ്തത്. പക്ഷേ അപ്പൂന് ഇതാ ഗ്ലാസ് വലുത് കേട്ടോ. അപ്പോൾ ആര്യ ഇതാ ഗ്ലാസ് അടുത്തൊക്കെ വെച്ചിട്ട് നോക്കുന്നുണ്ട്. ഇതെങ്ങനെ എന്നാൽ ഇത്രയും വലിപ്പം കൂടിയെന്നൊക്കെയാണ് കുട്ടി ആലോചിക്കുന്നത്. അപ്പു ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബോഡി കോൺഷ്യസ് ആണ് ഗൈസ്. ഷുഗർ ഫ്രീ ഒക്കെയാണ് കേട്ടോ ആൾ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് ജ്യൂസ് കൂടുതൽ കൊടുത്തത്. ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഇതാ വേഗം വീട്ടിലേക്ക് പോവാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മാറ്റി അമ്പലത്തിൽ പോകേണ്ടതാണ് കേട്ടോ. ഇവരെയും കൊണ്ട് വന്നാൽ ജ്യൂസിൻ്റെ കടയിലൊക്കെ അല്ലേ കയറാൻ പറ്റുള്ളൂ. ബാറിലൊന്നും കയറാൻ പറ്റൂലല്ലോ. പക്ഷേ ആ സങ്കടം അപ്പു മാറ്റി ഞങ്ങളെയും കൊണ്ട് കാറ് വളയ്ക്കാൻ വേണ്ടി ബാറിൻ്റെ ഉള്ളിൽ കൂടെ പോയി കാറ് വളച്ച് വന്നു ഗൈസ്. ഭാര്യമാർ കൂടെ വെച്ചിട്ട് ബാറ് കയറരുതെന്നൊന്നും എൻ്റെ ഉപ്പൂപ്പ പറഞ്ഞില്ലല്ലോ എന്നുള്ള ഭാവമായിരുന്നു മൂപ്പരെ മുഖത്ത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.